സ്നേഹപ്പെട്ട എല്ലാവർക്കും വേറിട്ട കാഴ്ചകളിലേക്ക് സ്വാഗതം. മലയാള ഭാഷയിൽ കോടാലി എന്ന പ്രയോഗത്തിന് പല അർത്ഥങ്ങളുണ്ട്. തൃശ്ശൂർ ജില്ലയിലെ കൊടകരയ്ക്കടുത്തുള്ള കോടാലി എന്ന പ്രദേശത്തുള്ളവർക്കൊഴികെ ലോകത്താകമാനമുള്ള മലയാളികളെ സംബന്ധിച്ചിടത്തോളവും ആ വാക്ക് സകല ജീവിവർഗത്തിനും പ്രാണവായു പ്രദാനം ചെയ്യുന്ന മരത്തെ വെട്ടിക്കൊല്ലാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണവും ഒരു ഈസോപ്പ് കഥയും പാഠപുസ്തകത്തിലെ നിത്യനൂതനമായ ഒരു അധ്യായവും ആകുന്നു. എന്നാൽ പദത്തിൻ്റെ അർത്ഥത്തിനും പുരാവൃത്തങ്ങൾക്കും നേർ വിപരീതമായി അവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫോട്ടോഗ്രാഫി മ്യൂസിയം 2014 സ്ഥാപിതമായത്. മനുഷ്യർ കടന്നുപോകുന്ന ചരിത്ര വഴികളുടെ നേർക്കാഴ്ചകൾ, അവ പകർത്താൻ ഉപയോഗിച്ച ഉപകരണങ്ങൾ എന്നിവയെല്ലാം അന്തർദേശീയ നിലവാരത്തിൽ അന്തർദേശീയ ചട്ടങ്ങൾക്ക് വിധേയമായി പ്രദർശിപ്പിക്കുന്ന ഈ ഫോട്ടോ മ്യൂസിയത്തിന്റെ സ്ഥാപകൻ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കൽ ഇപ്പോൾ വേറിട്ട കാഴ്ചകളിൽ നമ്മോട് സംസാരിക്കുന്നു. ഫോട്ടോഗ്രാഫിയുടെ പല ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും കുറേ കാലമായിട്ട് സഞ്ചരിക്കാറുണ്ട്. അപ്പോൾ പലപ്പോഴും പുറത്ത് പോകുമ്പോഴാണ് അവിടെ മ്യൂസിയം ആക്ടിവിറ്റി, അതായത് മ്യൂസിയങ്ങൾ സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യണു, അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടി മ്യൂസിയങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, അതിൻ്റെ പ്രാധാന്യം എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലായത് ശരിക്കും ഇങ്ങനത്തെ ഒരു യാത്രകളിലൂടെയാണ്. ഇപ്പോൾ എൻ്റെ മെൻറ്ററും ഗുരുവായിട്ടുള്ളൊരു മിസ്റ്റർ ഹെർബർട്ട് ആഷർമാൻ, അദ്ദേഹം US-ലാണ് താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പലപ്പോഴും പല സ്ഥലങ്ങളിലും ഒരുമിച്ച് യാത്ര ചെയ്യും. അപ്പോൾ ഞങ്ങളുടെ യാത്രയുടെ പ്രധാനപ്പെട്ട ഭാഗം മ്യൂസിയങ്ങളാണ്, പ്രത്യേകിച്ചും ഫോട്ടോഗ്രാഫി മ്യൂസിയങ്ങളും ഫോട്ടോഗ്രാഫി ഗാലറികളും. അപ്പോൾ അങ്ങനത്തെ യാത്രകൾക്കിടയ്ക്കാണ് ഞങ്ങളുടെ സംസാരത്തിനിടയ്ക്ക് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും വലിയൊരു രാജ്യമായിട്ട് ഇന്ത്യയിൽ ഫോട്ടോഗ്രാഫിക്ക് മാത്രമായിട്ട് ഒരു ഗാലറി അല്ലെങ്കിൽ ഒരു മ്യൂസിയം ഇല്ലാത്തത് എന്നൊരു ചിന്ത വന്നു. നമുക്ക് ഇന്ത്യക്ക് ശരിക്കും പറഞ്ഞാൽ ലോകത്തിലുള്ള ഏത് രാജ്യങ്ങളോടും കടപിടിക്കാവുന്ന വലിയൊരു ഫോട്ടോഗ്രാഫി ചരിത്രമുണ്ട്. ഫോട്ടോഗ്രാഫിയുടെ ചരിത്രം എന്ന് വെച്ചാൽ ഈ ഒരു ഇന്ത്യയുടെ സമൂഹത്തിൻ്റെ ജനങ്ങളുടെ ചരിത്രം തന്നെയാണ്. കാരണം അവരുടെ ഒരു സാംസ്കാരിക അല്ലെങ്കിൽ രാഷ്ട്രീയ ചരിത്രമാണ് ഫോട്ടോഗ്രാഫിയിൽ എല്ലാ കാലത്തും രേഖപ്പെടുത്തപ്പെടുന്നത്. അപ്പോൾ അത് സൂക്ഷിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ തന്നെ സംസ്കാരം സൂക്ഷിക്കുന്നതിന് തുല്യമാണ്. അതുപോലെ പ്രകൃതി, നേച്ചർ ഫോട്ടോഗ്രാഫിക്ക് ഇത്രയും വികസിച്ച ഒരു കാലത്ത് കുട്ടികളിലേക്ക് അല്ലെങ്കിൽ അടുത്തൊരു തലമുറയിലേക്ക് പ്രകൃതിയെക്കുറിച്ചുള്ളൊരു അറിവുകൾ പകർന്നു കൊടുക്കാൻ ഒരു പക്ഷേ ഫോട്ടോഗ്രാഫിയേക്കാൾ നല്ലൊരു മാധ്യമം ഇല്ല എന്ന് തന്നെ പറയാം. കാണിച്ചു കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു അറിവുകൾ ശേഖരിക്കാനും അത് ജനങ്ങൾക്ക്, പ്രത്യേകിച്ചും കുട്ടികൾക്ക് വളരെ സുഖമായി ആക്സസ് ചെയ്യാനും പറ്റുന്ന ഒരു ശേഖരം നമുക്ക് വേണം. അതൊരു മ്യൂസിയത്തിന് നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പറ്റും. വേറെ സംഘടനകൾ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തികൾ ചെയ്യുന്ന കളക്ഷൻ വെച്ചാൽ വളരെയധികം പരിമിതികളുണ്ട്. അതിന് ആക്സസിബിലിറ്റി കുറവാണ്. വളരെ സൗജന്യമായിട്ടും എപ്പോൾ വന്നാലും കിട്ടാവുന്ന രീതിയിലുള്ള അറിവുകൾ ശേഖരിച്ച് വയ്ക്കാൻ മ്യൂസിയങ്ങൾക്കേ കഴിയും. മാത്രമല്ല ഇതെല്ലാം ഒരിക്കൽ ശേഖരിച്ച് വെച്ചാൽ മാത്രം പോരാ, പൊതുജനങ്ങൾക്ക് എത്തിക്കാൻ കഴിയണം. ഈ എത്തിക്കാനുള്ള ആക്ടിവിറ്റി ചെയ്യണമെങ്കിൽ ഒരു പക്ഷേ വ്യക്തിക്ക് പറ്റില്ല, പക്ഷേ മ്യൂസിയങ്ങൾക്ക് സാധിക്കും. അങ്ങനെയാണ് ഈ ഒരു ഫോട്ടോഗ്രാഫിയുടെ ചരിത്രം, അതിൻ്റെ ശാസ്ത്രം, അതിൻ്റെ കല, ഇതെല്ലാം സൂക്ഷിക്കണം. അതിനോടൊപ്പം തന്നെ ഈ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന മാധ്യമം ഉപയോഗിച്ച് പ്രകൃതിയെക്കുറിച്ചും നമ്മുടെ ചരിത്രത്തെയും സംസ്കാരത്തെയും കുറിച്ചുള്ള അറിവ് അടുത്ത തലമുറയിലേക്ക് എത്തിക്കണം. ഈ രണ്ട് കാര്യങ്ങളാണ് ചെയ്യാൻ വേറൊരു വഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് ഒരു മ്യൂസിയം എന്നുള്ള ആശയത്തിലേക്ക്, അത് ഞാൻ മാത്രമല്ല, ഞങ്ങൾ വലിയൊരു ഫോട്ടോഗ്രാഫിയെ സ്നേഹിക്കുന്ന സുഹൃത്തുക്കളെല്ലാവരും കൂടെ ഒരു തീരുമാനത്തിലെത്തിയത്. അങ്ങനെയാണ് ശരിക്കും 2014 ഫോട്ടോ മ്യൂസ് എന്ന് പറഞ്ഞ ഈ ഒരു ഫോട്ടോഗ്രാഫി മ്യൂസിയം തുടങ്ങി വെച്ചത്. മ്യൂസിയങ്ങളിൽ വരുമ്പോൾ എങ്ങനെയാണ് മ്യൂസിയങ്ങളിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള വസ്തുക്കൾ കാണേണ്ടത്, അവ എങ്ങനെയാണ് നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് ഇരിക്കുന്നത് എന്നുള്ളതെല്ലാം ഫോട്ടോ മ്യൂസിയത്തിൽ നമുക്ക് വളരെയധികം വിശദമായിട്ട് തന്നെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. കാരണം നമുക്ക് കിട്ടുന്ന ഒരു കളക്ഷനിൽ കിട്ടുന്ന ഒരു ഒബ്ജക്റ്റ് നമ്മൾ അതിൻ്റെ ചരിത്രം മുഴുവനും അന്വേഷിച്ച് അത് ഏത് തരത്തിലുള്ളതാണ്, അത് ഏത് വർഷത്തെയാണ്, എന്തൊക്കെയാണ് അതിൻ്റെ ഉപയോഗങ്ങൾ, എന്തൊക്കെയായിരുന്നു അതിൻ്റെ ഉപയോഗങ്ങൾ എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായി ക്രോഡീകരിച്ചാണ് നമ്മൾ നമ്മുടെ ഡാറ്റാബേസിൽ ശേഖരിച്ച് വെച്ചിരിക്കുന്നത്. ആ ഒരു അറിവിനെ നമ്മൾ മ്യൂസിയം സന്ദർശിക്കുന്ന ഒരാൾക്ക് പരമാവധി ഗ്രാഹ്യമായ രീതിയിൽ വളരെ ലളിതമായി തന്നെ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയും അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനായിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട്. ആധുനിക വൈദ്യശാസ്ത്രമാണ്
ഉണ്ണി പുളിക്കൽ എന്ന ഫോട്ടോഗ്രാഫറുടെ പ്രാഥമിക കർമ്മ മേഖല. തൃശൂർ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജുകളിൽ നിന്ന് MBBS-ഉം കൗമാര ചികിത്സയിൽ പ്രത്യേക പരിശീലനവും നേടിയ ഈ ഡോക്ടർക്ക് കേന്ദ്ര സർക്കാരിന്റെ സാംസ്കാരിക മന്ത്രാലയം ക്രിയേറ്റീവ് ഫോട്ടോഗ്രാഫിയിലാണ് സീനിയർ ഫെലോഷിപ്പ് നൽകിയത്. ലണ്ടനിലെ റോയൽ ഫോട്ടോഗ്രാഫിക് സൊസൈറ്റിയും ഉണ്ണിക്ക് അസോസിയേറ്റ് മെമ്പർഷിപ്പ് നൽകി ആദരിച്ചു. അമേരിക്കയിലെ ക്ലെവ്ലാൻഡ് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിൽ ചിത്ര പ്രദർശനം നടത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനും ഈ ഫോട്ടോഗ്രാഫറാണ്. കേവലം ഒരു കല എന്നതിനപ്പുറത്ത് ഫോട്ടോഗ്രാഫി ചരിത്രപരവും സാംസ്കാരികവും രാഷ്ട്രീയവുമായി നിരവധി ദൗത്യങ്ങൾ ഒരേ സമയത്ത് നിർവഹിക്കുന്നുണ്ടെന്ന് ഇദ്ദേഹം വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഏതൊരു പഴയ ഫോട്ടോഗ്രാഫിനും അതിൻ്റെ കലാമേന്മയ്ക്കപ്പുറം ചരിത്ര പ്രാധാന്യമുണ്ടെന്ന് ഈ മ്യൂസിയം ക്യൂറേറ്റർ അവകാശപ്പെടുന്നത്. ഒരു ആർക്കിയോളജിക്കൽ മ്യൂസിയത്തോളം പ്രാധാന്യം തന്നെയാണ് ഒരു ഫോട്ടോ മ്യൂസിയത്തിനുമുള്ളത്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഡ്രോയിങ്ങും പിന്നെ പെയിൻറ്റിങ്ങും ആയിരുന്നു പ്രധാന ഹോബികൾ. കോളേജിലെത്തിയപ്പോഴും വാട്ടർ കളേഴ്സും അതുപോലെ ആക്രിലിക്സും ഓയിൽ കളറും അങ്ങനെ പെയിൻറ്റിങ്ങിലേക്ക് കുറച്ചും കൂടി കടന്നു. മെഡിക്കൽ കോളേജിൽ ചേർന്ന് അവിടെ പഠനം നടക്കുന്ന സമയത്താണ് ചരിത്രകാരൻ വിജയകുമാർ മേനോൻ സാറുമായിട്ട് അടുത്തൊരു ബന്ധം വരുന്നതും അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ പലവട്ടം വിസിറ്റ് ചെയ്യുകയും അങ്ങനെ ഒരു അനൗപചാരിക വിദ്യാഭ്യാസം എന്ന് വേണമെങ്കിൽ പറയാം. കലയെക്കുറിച്ചും അതിൻ്റെ സൗന്ദര്യശാസ്ത്രം, അതിൻ്റെ ചരിത്രത്തിനെ കുറിച്ചൊക്കെ ഒരു പഠനം തുടങ്ങുന്നത് വിജയകുമാർ മേനോൻ സാറിൻ്റെ അടുത്തു നിന്നായിരുന്നു. പിന്നെ പഠിക്കുന്ന കാലത്ത് ക്യാമറ വാങ്ങാനുള്ള സാമ്പത്തിക പ്രശ്നങ്ങളും അങ്ങനെ കാരണം കൊണ്ട് അന്ന് ഫോട്ടോഗ്രാഫി ഒന്നും ഉണ്ടായിരുന്നില്ല, ആസ്വാദനം മാത്രമേ ഉണ്ടായുള്ളൂ. പിന്നീട് പഠിച്ച് MBBS കഴിഞ്ഞ് സ്വന്തമായി ജോലി ചെയ്ത് അത് പ്രാക്ടീസ് തുടങ്ങിയതിന് ശേഷമാണ് ക്യാമറ വാങ്ങുന്നതും ഫോട്ടോഗ്രാഫി തുടങ്ങുന്നതും. അതിനിടയ്ക്കാണ് ബട്ടർഫ്ലൈ ആർട്ട് ഫൗണ്ടേഷൻ എന്നുള്ള പേരിൽ ഞങ്ങൾ കുറേ സുഹൃത്തുക്കൾ ചേർന്ന് ദൃശ്യകലകളെ പരിപോഷിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി ഒരു സംഘടന തുടങ്ങിയത് 2004. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് ഫോട്ടോഗ്രാഫി പ്രദർശനങ്ങൾ, അന്താരാഷ്ട്ര പ്രദർശനങ്ങളടക്കം ഉണ്ടായിരുന്നു. അങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള ഫോട്ടോഗ്രാഫർമാരുമായിട്ട് ബന്ധങ്ങളുണ്ടാവുകയും അവരായിട്ട് നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് ഹെർബർട്ട് ആഷർമാൻ എന്ന് പറയുന്ന അമേരിക്കയിലെ ക്ലീവ്ലൻഡിലെ ഒരു പ്ലാറ്റിനം പ്രിൻ്റ് മേക്കർ, അദ്ദേഹമായിട്ട് പരിചയപ്പെടുന്നതും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫിയുടെ ഒരു എസ്തെറ്റിക്സിനെ കുറിച്ചും ഹിസ്റ്ററിയെക്കുറിച്ചും പഠിക്കുന്നതും ആഴത്തിൽ പഠിക്കുന്നത് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നാണ്. പിന്നെ നാട്ടിലും പുറത്തുമുള്ള നിരവധി സുഹൃത്തുക്കൾ ഫോട്ടോഗ്രാഫി അതുപോലെ പെയിൻറ്റേഴ്സും ഒക്കെ ആയിട്ടുള്ളൊരു ബന്ധങ്ങളാണ് ഫോട്ടോഗ്രാഫിയുടെ വേറെ വേറെ തലങ്ങളിലേക്ക് മാറാനുള്ളൊരു പ്രചോദനമായത് അങ്ങനെയാണ്. ഇപ്പോൾ ലാർജ് ഫോർമാറ്റ് ഫോട്ടോഗ്രാഫി തുടങ്ങിയതും ഹെർബിൻ്റെ ഒരു പ്രചോദനം കൊണ്ടാണ്. ഫോട്ടോ ബേസ്ഡ് ആർട്ട്, അതായത് ഫോട്ടോഗ്രാഫിയെയും പെയിൻറ്റിങ് അതുപോലെ ഡ്രോയിങ്ങിനെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഫോട്ടോ ബേസ്ഡ് ആർട്ട് തുടങ്ങിയതും അങ്ങനെ തന്നെയാണ്. ആതുര സേവന രംഗത്ത് ഇപ്പോൾ കഴിഞ്ഞ ഒരു 10-20 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ കോടാലി എന്ന് പറയുന്ന ചെറിയൊരു പ്രദേശമായിരുന്നു. അപ്പോൾ അന്ന് നമ്മളെ സംബന്ധിച്ച് ഇങ്ങനെയുള്ളൊരു സൗകര്യങ്ങളൊന്നും വളരെ കുറവുള്ളൊരു സ്ഥലത്തായിരുന്നു അദ്ദേഹം ഇങ്ങനെ ഒരു നാട്ടുകാരെന്നുള്ള നിലയ്ക്ക് തന്നെ ഒരു ക്ലിനിക്ക് തുടങ്ങുക എന്ന് പറഞ്ഞത് ഞങ്ങളെ സംബന്ധിച്ച്, ഇവിടെ കോടാലിയെ സംബന്ധിച്ച് അതൊരു വലിയ സംഭവം തന്നെയായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു ജനങ്ങളുടെ പ്രതീക്ഷകൾക്ക് ഒത്തുയരാനും അദ്ദേഹത്തിന് സാധിച്ചു. എന്തിനൊരു കൈപ്പുണ്യൊക്കെ ഉണ്ടായിരുന്നല്ലോ, ആ കാര്യങ്ങളിലൊക്കെ വളരെ ഗംഭീരമായിട്ട് നടന്നു. പണ്ടേ തന്നെ ചിത്രകാരനായിരുന്നു, ഞങ്ങൾ ഹൈസ്കൂൾ പഠിക്കുന്ന കാലഘട്ടത്തിലൊക്കെ നന്നായിട്ട് വരയ്ക്കായിരുന്നു. അപ്പോൾ അതിനുശേഷം ഈ MBBS ഒക്കെ എടുത്തു ഡോക്ടറൊക്കെ ആയതിനു ശേഷം ഉള്ള കുറച്ചുള്ള കാലങ്ങളിലാണ് അതിന് ശേഷമാണ് ഇപ്പോൾ ഈ രീതിയിലേക്ക് വന്നത്. വീട്ടിൽ അച്ഛൻ, അമ്മ, എൻ്റെ ഭാര്യ സന്ധ്യ, മകൻ നിലാകൃഷ്ണൻ എന്നിവരാണുള്ളത്. എല്ലാവരും മുമ്പും ഇപ്പോഴും ഫോട്ടോഗ്രാഫിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഫോട്ടോ മ്യൂസിയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാത്തിലും വളരെ നല്ല സഹകരണവും സപ്പോർട്ടുമാണ്. മകനിപ്പോൾ പെയിൻറ്റിങ്ങും ഫോട്ടോഗ്രാഫിയും എല്ലാം ഉണ്ട്. അവൻ്റെ ഒരു ചിത്ര പ്രദർശനം ഈ അടുത്ത കാലത്ത് നടന്നിരുന്നു. അതും വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഏതാണ്ട് 200 വർഷങ്ങൾക്ക് മുൻപ് റോഡ് നിർമ്മാണത്തിന് ഇന്ന് ഉപയോഗിക്കുന്ന ടാറിന് സമാനവും പ്രകാശകിരണങ്ങളോട് പ്രതികരിക്കുന്നതുമായ ഒരു തരം കറുത്തു കൊഴുത്ത ദ്രാവകം വെള്ളിപ്രതലത്തിൽ പുരട്ടി 1822 എടുത്ത ആദ്യത്തെ ഹീലിയോഗ്രാഫിൽ നിന്ന് ഇന്നത്തെ ഡിജിറ്റൽ ഛായാഗ്രഹണത്തിലേക്ക് ഈ സാങ്കേതിക വിദ്യ ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ടുണ്ട്. ആ പരിണാമപാതയുടെ അടയാളങ്ങളെല്ലാം പരമാവധി ശേഖരിക്കാനും അവയെപ്പറ്റി കൃത്യമായ രേഖകൾ ഉണ്ടാക്കി സൂക്ഷിക്കാനുമാണ് ഫോട്ടോ മ്യൂസ് ലക്ഷ്യമിടുന്നത്. ഫോട്ടോഗ്രാഫിയുടെ
ചരിത്രത്തിലും ശാസ്ത്രത്തിലും പഠനത്തിലും താല്പര്യമുള്ള ഏവർക്കും ഈ സംരംഭത്തോട് സഹകരിക്കാവുന്നതുമാണ്. ഇപ്പോൾ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, ഫോട്ടോഗ്രാഫിയുടെ ചരിത്രമായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കൾ, ഉദാഹരണം ക്യാമറകൾ, ലെൻസുകൾ, അതുപോലെ ഫ്ലാഷുകൾ, എൻലാർജർ, മറ്റ് പണ്ട് ഡാർക്ക് റൂമിൽ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളെല്ലാം ശേഖരിച്ച് വയ്ക്കുക. അതെന്താണെന്നുള്ളത് അടുത്തൊരു തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുക. പ്രത്യേകിച്ചും ഫോട്ടോഗ്രാഫർമാർ, ഇപ്പോൾ ഫോട്ടോഗ്രാഫിയിൽ താല്പര്യമുള്ള ഒരുപിടി ചെറുപ്പക്കാരും കുട്ടികളും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഈ ഒരു അറിവ് എത്തിക്കാൻ നമുക്ക് ഉള്ള കാര്യങ്ങൾ ചെയ്യാം. അക്കാഡമിക് ആക്ടിവിറ്റീസ്, അത് ഫോട്ടോഗ്രാഫിയെക്കുറിച്ചുള്ള, അതിൻ്റെ കലയെക്കുറിച്ചും ശാസ്ത്രത്തെക്കുറിച്ചുമുള്ള ക്ലാസ്സുകൾ, വർക്ക്ഷോപ്പുകൾ, പഠന ശിബിരങ്ങൾ, അതുപോലെ ക്യാമ്പുകൾ, പ്രകൃതി വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഫോട്ടോഗ്രാഫി ഉപയോഗിച്ച് എങ്ങനെ പ്രകൃതിയിലേക്ക് എത്താം എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഫോട്ടോഗ്രാഫി ക്യാമ്പുകൾ, അത് എല്ലാ നിലവാരത്തിലുള്ള ഫോട്ടോഗ്രാഫർമാർക്കും പൊതുജനങ്ങൾക്കും കുട്ടികൾക്കൊക്കെ വേണ്ടിയുള്ള പരിപാടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഒന്ന്. രണ്ടാമത്തെ എക്സിബിഷൻസാണ് പ്രധാനമായിട്ട്. അതായത് ഫോട്ടോഗ്രാഫുകൾ കളക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ മെമ്പേഴ്സായിട്ടുള്ളവരും മെമ്പേഴ്സ് അല്ലാത്തവരുമായിട്ടുള്ള ഫോട്ടോഗ്രാഫർമാരെടുത്ത ചിത്രങ്ങൾ, അത് കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയിൽ നിന്നും ഇന്ത്യക്ക് പുറത്തുനിന്നുമുള്ള ആളുകളെടുത്ത ചിത്രങ്ങൾ കൊണ്ടുവരികയും അത് കേരളത്തിൽ പ്രദർശിപ്പിക്കുകയും അങ്ങനെ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഫോട്ടോഗ്രാഫുകൾ നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് കാണാവുന്ന ഒരു അവസരം ഉണ്ടാക്കുക. ഇതൊരു നാട്ടിൻപുറത്താണ് ഇപ്പോൾ ഫോട്ടോ മ്യൂസിയം ഉള്ളത് എന്ന് വെച്ചാൽ ഇവിടെ വരുന്ന നല്ലൊരു പങ്കും നാട്ടിൻപുറത്തെ ആളുകളും ഇവിടുത്തെ സാധാരണ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളും ഒക്കെയാണ് വന്ന് കാണുന്നത്. ഒരു 100 പേര് കാണുമ്പോൾ ഒരു 10 പേർക്കെങ്കിലും അതിലൊരു താല്പര്യം ഉണ്ടാവും. അങ്ങനെ കൂടുതൽ അവരെ കലയോടും സംസ്കാരത്തോടും പഠിപ്പിക്കുക, അതൊരു വലിയൊരു ലക്ഷ്യം കൂടിയാണ് ഞങ്ങളുടെ. കാരണം ഇപ്പോൾ കാണുന്ന സമൂഹത്തിൽ കാണുന്ന നിരവധി പ്രശ്നങ്ങൾക്ക് കാരണം ഈ ഒരു സാംസ്കാരിക പഠനത്തിൻ്റെ പോരായ്മയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നാറുണ്ട്. അങ്ങനെ കൂടുതൽ ആൾക്കാരെ എങ്ങനെയെങ്കിലും ഏത് വിധേനയും കൂടുതൽ സാംസ്കാരിക പ്രവർത്തനത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് കുറേ പേരെങ്കിലും ഇങ്ങനെ ഈ ഒരു സാംസ്കാരിക കാര്യത്തിലേക്ക്, അതുപോലെ പ്രകൃതി വിദ്യാഭ്യാസത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതാണ് മറ്റൊരു കാര്യം. ഫോട്ടോ മ്യൂസിയം എന്ന് പറയുമ്പോൾ ഫോട്ടോഗ്രാഫിയുടെ മ്യൂസിയം, അതായത് ഫോട്ടോഗ്രാഫിയുമായി ബന്ധപ്പെട്ട എല്ലാ ഐറ്റംസും നമ്മൾ കളക്ട് ചെയ്യുന്നു. അത് ഓരോരുത്തരും നമുക്ക് ഡൊണേറ്റ് ചെയ്യുന്നതാണ്. നമ്മളൊന്നും പർച്ചേസ് ചെയ്യാറില്ല. അത് നമ്മൾ പ്രിസർവ് ചെയ്ത് വെക്കുന്നു അടുത്തൊരു ജനറേഷന് വേണ്ടി. ക്യാമറകൾ മാത്രമല്ല, പ്രിൻ്റുകൾ, ഫോട്ടോഗ്രാഫിയുമായി ബന്ധപ്പെട്ട എല്ലാ ഐറ്റംസും നമ്മൾ കളക്ട് ചെയ്യും. ഫോട്ടോ മ്യൂസിയത്തിൻ്റെ ആൻറ്റിക് ക്യാമറകൾ ഏകദേശം 1910 മുതലുള്ള ബോഡികളാണ് ഇപ്പോൾ ശേഖരത്തിലുള്ളത്. പിന്നെ ഫോട്ടോ പ്രിൻ്റുകളുടെ കളക്ഷൻ പറയുകയാണെങ്കിൽ 1840കളിൽ മുതലുള്ള കളക്ഷൻസ് ഇപ്പോൾ ഫോട്ടോ മ്യൂസിയത്തിലുണ്ട്. ഉദാഹരണമായിട്ട് ആദ്യത്തെ ഫോട്ടോഗ്രാഫിക് പ്രിൻ്റ് ഫോം ഡാഗുറോ ടൈപ്പ് മുതൽ, പിന്നെ അതിനുശേഷം വന്ന കലോ ടൈപ്പ്, ടിൻ ടൈപ്പുകൾ, പ്ലാറ്റിനം പ്രിൻ്റുകൾ, സിൽവർ ഹാലൈഡ് പ്രിൻ്റ്, പിന്നെ മോഡേൺ ഡിജിറ്റൽ പ്രിൻ്റുകൾ, അങ്ങനെ ഫോട്ടോഗ്രാഫിയുടെ ചരിത്രം കാണിക്കാവുന്ന എല്ലാത്തരം പ്രിൻ്റുകളും ഇപ്പോൾ ഫോട്ടോ മ്യൂസിയത്തിൻ്റെ കളക്ഷനുണ്ട്. അതായത് ഫോട്ടോഗ്രാഫി എങ്ങനെ ആ ഒരു 19ാം നൂറ്റാണ്ടിൽ നിന്ന് ഇവോൾവ് ചെയ്ത് ഇന്നത്തേക്ക് എത്തിയെന്ന് കാണിക്കാൻ പറ്റിയ എല്ലാ തരത്തിലുള്ള പ്രിൻ്റുകളും ഫോട്ടോ മ്യൂസിയത്തിൻ്റെ കളക്ഷൻ ഇപ്പോൾ ഉണ്ട്. നമുക്കിപ്പോൾ 3D ചിത്രങ്ങളുണ്ട്, 3D TV കാണാം, 3D മൂവീസ് കാണാം. അപ്പോൾ പണ്ട് എങ്ങനെയായിരുന്നു എന്നുള്ളൊരു ചോദ്യം പലരും ചോദിക്കാറുണ്ട്. അതിനുള്ള ഉത്തരമാണ് ഈ സ്റ്റീരിയോഗ്രാഫ് എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫിയുടെ ഒരു വിദ്യ. സ്റ്റീരിയോഗ്രാഫ് എന്ന് പറഞ്ഞാൽ 2 ചിത്രങ്ങൾ, അതായത് ഇടത്തെ കണ്ണ് കാണുന്ന പോലെയുള്ള ഒരു ചിത്രം, വലത്തെ കണ്ണ് കാണുന്നത് പോലെയുള്ള വേറൊരു ചിത്രം. ഈ 2 ചിത്രങ്ങളെയും നമ്മൾ ഒരുമിച്ച് ഈ ഒരു സ്റ്റീരിയോസ്കോപ്പ് വഴി കാണുമ്പോൾ രണ്ടും കൂടെ മെർജ് ചെയ്ത് നമുക്ക് ഒറ്റ ചിത്രമായിട്ട് കാണാം. ആ കാണുന്നത് 3 ഡയമെൻഷനിലായിരിക്കും. അതായത് സ്റ്റീരിയോ വിഷൻ കിട്ടുകയാണ് ചെയ്യുന്നത്. ഫോട്ടോ മ്യൂസിയം എന്നുള്ളൊരു ബ്രാൻഡ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൺസെപ്റ്റ് അത് ജനങ്ങളിലേക്ക് എത്തിക്കുക, അതിനുള്ള എക്സ്റ്റൻഷൻ ആക്ടിവിറ്റീസ്, അതിൻ്റെ ഉള്ള എന്തൊക്കെ പ്രോഗ്രാംസ് നമ്മൾ ചെയ്യണം, അങ്ങനെയുള്ളൊരു റിസർച്ചായിരുന്നു ആദ്യം. അപ്പോൾ അതിൽ നമ്മൾ ഫേസ്ബുക്കിൽ ആദ്യമായിട്ടൊരു പ്ലാറ്റ്ഫോം തുടങ്ങി, ഫോട്ടോ മ്യൂസിയം മെമ്പേഴ്സ് ഗാലറി എന്നൊരു പ്ലാറ്റ്ഫോം തുടങ്ങി. അതുവഴിയാണ് നമ്മൾ ആളുകളിലേക്ക് എത്തിച്ചേരാനായിട്ട് ഒരു മീഡിയ ആയിട്ട് നമ്മൾ കണ്ടത്. അതിനുശേഷം ഈ ഒരു എക്സ്റ്റൻഷൻ ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായിട്ട് ക്യാമ്പുകൾ, വർക്ക്ഷോപ്പുകൾ, സെമിനാറുകൾ, ഡിസ്കഷൻസ്, അങ്ങനെ ഫോട്ടോഗ്രാഫിയുമായി റിലേറ്റ് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു 4 വർഷം കൊണ്ട്
159 പ്രോഗ്രാം. ഇപ്പോൾ നമ്മുടെ ഈ എക്സിബിഷൻ നടക്കുന്നത് ഇവിടെയുള്ള ഗാലറിയിൽ 159ാമത്തെ പ്രോഗ്രാമാണ്. ഒരു മാസം ഏകദേശം 4 പ്രോഗ്രാം അല്ലെങ്കിൽ 3 പ്രോഗ്രാം എന്നുള്ള രീതിയിൽ ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ കൺമുമ്പിൽ നിന്ന് ദിനം പ്രതി എന്നോണം മാഞ്ഞു പോകുന്ന പ്രകൃതിയുടെ വൈവിധ്യങ്ങളെ വരും തലമുറകൾക്ക് ചിത്രങ്ങളിലെങ്കിലും കാട്ടിക്കൊടുക്കാനുള്ള ബാധ്യത ഡോക്ടർ ഉണ്ണി പുളിക്കൽ സ്വയം ഏറ്റെടുത്തിരിക്കുന്നു. ചിത്രങ്ങളിലൂടെ ചിന്തിക്കുക എന്ന സന്ദേശം പരത്തുന്ന ഫോട്ടോ മ്യൂസ് അക്ഷരാർത്ഥത്തിലും ഒരു ചിത്രചിന്താശാലയാണ്. ചിത്രകലയിലും ചിത്രീകരണ കലയിലുമുള്ള പ്രാവീണ്യം വൈദ്യശാസ്ത്ര വിജ്ഞാനം പോലെ തന്നെ സമൂഹത്തിന്റെ പരിചരണത്തിനായി ഉപയോഗപ്പെടുത്തണമെന്ന് ഇദ്ദേഹത്തിന് നിർബന്ധമുണ്ട്. എല്ലാ പുസ്തകങ്ങളും ഫോട്ടോഗ്രാഫിയുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ഞാൻ ചെയ്ത പല പ്രോജക്റ്റുകളും പുസ്തക രൂപത്തിലായിട്ട് പുറത്തിറങ്ങാനുള്ള ശ്രമത്തിൽ ആണ് ഓരോ പുസ്തകങ്ങളും ഉണ്ടായിട്ട് വന്നിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകം ഇവല്യൂഷൻ എ കാറ്റലോഗ് ഓഫ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. പിന്നെ സൗത്ത് ഇന്ത്യൻ ബട്ടർഫ്ലൈസിനെ കുറിച്ച് ഒരു പിക്ചർ ബുക്കുണ്ട്. കേന്ദ്ര കൾച്ചറൽ മിനിസ്ട്രിയുടെ ഫെലോഷിപ്പിൻ്റെ ഭാഗമായിട്ട് ചെയ്ത ഒരു പുസ്തകമുണ്ട്, ഡിപ്റ്റിക്സ്, ഫോട്ടോഗ്രാഫിക് ഡിപ്റ്റിക്സിനെ കുറിച്ച്. വേറൊരു വർക്ക് ബെർലിൻ സിറ്റിയിൽ ചെയ്തൊരു പ്രോജക്റ്റായിരുന്നു, ബെർലിൻ സീരീസ് എന്ന് പറഞ്ഞിട്ട്. അതിൽ ഒരു സീരീസ് സീയിങ് ദാലി എന്ന് പറഞ്ഞ ഒരു സീരീസാണ്. അതിൽ സാൽവദോർ ദാലിയുടെ വർക്കിനോട് സാമ്യമുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വർക്കിൽ നിന്ന് കുറച്ചും കൂടി പ്രചോദനം ഉൾക്കൊണ്ട് ചെയ്ത ഒരു സീരീസാണ്, ഒരു സർറിയലിസ്റ്റിക് ഫോട്ടോഗ്രാഫിയുടെ ഒരു പ്രൊജക്റ്റ്. സ്ട്രീറ്റിൽ കാണുന്ന ജീവിതങ്ങൾ, അത് വളരെ നൈമിഷികമായിട്ട് നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ വന്നു പോകുന്ന ഓരോ ദൃശ്യങ്ങൾ, അതായിരുന്നു ബെർലിൻ സീരീസ്. ഞാനിപ്പോൾ സാധാരണയായിട്ട് 2 തരം പ്രോജക്റ്റുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ഡോക്യുമെൻ്ററി പ്രോജക്റ്റുകൾ, അതായത് ഡിജിറ്റൽ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ വ്യൂ ക്യാമറ ഉപയോഗിച്ചിട്ട് വളരെ സ്ട്രെയിറ്റ് ഫോട്ടോഗ്രാഫി, യാഥാർത്ഥ്യത്തെ ഡോക്യുമെൻ്റ് ചെയ്യൽ. ഉദാഹരണം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പശ്ചിമഘട്ട മലനിരകളിലെ പാറക്കൂട്ടങ്ങളെക്കുറിച്ചുള്ള ഒരു ഡോക്യുമെൻ്ററി. അതായത് ഓരോ ദിവസവും നമുക്കെല്ലാം വളരെ സുപരിചിതമായ പല പേരിട്ട പാറക്കൂട്ടങ്ങൾ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ആ ഒരു പാറക്കൂട്ടങ്ങളെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതൊരു ഉദാഹരണം, അതാണ് ഒരു സ്റ്റൈല്. രണ്ടാമത്തെ ഒരു തരം പ്രോജക്റ്റ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫോട്ടോ ബേസ്ഡ് ആർട്ട് എന്ന് പറയുന്ന ഒരു തരം വർക്കാണ്. അത് ചെയ്യാനായിട്ട് ഒന്ന് ഫോട്ടോഗ്രാഫി ചെയ്യണം, ഫോട്ടോഗ്രാഫ് അതിൻ്റെ ആർക്കൈവൽ രീതിയിലുള്ള കോട്ടൺ റാഗ് പേപ്പറിൽ പ്രിൻ്റ് ചെയ്യണം. എന്നിട്ട് ആ ഫോട്ടോഗ്രാഫിന് മേലിൽ കൂടെ കൈകൊണ്ടുള്ള കുറച്ച് വർക്കുകൾ വേണ്ടിയിരുന്നു. അതായത് ഡ്രോയിങ്ങോ പെയിൻറ്റിങ്ങോ അല്ലെങ്കിൽ പേസ്റ്റൽ വർക്കുകളോ ചെയ്തിട്ട് അത് ഫോട്ടോഗ്രാഫും പെയിൻറ്റിങ്ങും തമ്മിലൊരു കോമ്പിനേഷനാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അങ്ങനത്തെ ഒരു ഫോട്ടോ ബേസ്ഡ് ആർട്ട് വർക്കുകളാണ് വേറെ സീരീസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്. ചിന്തയുടെയും സാഹിത്യത്തിൻ്റെയും നൃത്തസംഗീതാദി സുകുമാര കലകളുടെയും അധിദേവതമാരായാണ് ഗ്രീക്ക് പുരാവൃത്തങ്ങളിൽ സിയൂസ് ദേവന്റെ മക്കളായ മ്യൂസുകൾ പ്രത്യക്ഷപ്പെടുന്നത്. ധ്യാനിക്കുക, മനനം ചെയ്യുക, ആലോചിക്കുക എന്നെല്ലാമാണ് മ്യൂസ് എന്ന വാക്കിന്റെ അർത്ഥം. തൻ്റെ ജന്മനാട്ടിൽ ഫോട്ടോഗ്രാഫിക്കായി അന്താരാഷ്ട്ര നിലവാരത്തിൽ ആരംഭിക്കുന്ന മ്യൂസിയത്തിന് ഫോട്ടോ മ്യൂസ് എന്ന് പേരിടുമ്പോൾ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ തീർച്ചയായും ആ പദസമുച്ചയത്തിന്റെ ആഴത്തിൽ നിന്നുള്ള അർത്ഥധ്വനി തിരിച്ചറിഞ്ഞിട്ടുണ്ടാവണം. ഛായാഗ്രഹണ കലയുടെ ഫിസിക്സും മെറ്റാഫിസിക്സും ഫോട്ടോ മ്യൂസിൽ സമാസമം ചേർന്നിരിക്കുന്നു. ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് പൊതുവിൽ പറഞ്ഞാൽ നമുക്ക് 3 തരത്തിൽ ഫോട്ടോഗ്രാഫിയെ ഉപയോഗിക്കാം. ഒന്നാമത് വളരെ ശുദ്ധമായ ഒരു കല എന്നുള്ള രീതിയിൽ ഉപയോഗിക്കലാണ്. എന്ന് വെച്ചാൽ ഫോട്ടോഗ്രാഫ് കാണുന്നവർക്ക് സന്തോഷമോ അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും ഒരു വികാരം ജനിപ്പിക്കുന്ന രീതിയിലുള്ള കലാത്മകമായിട്ടുള്ള ഫോട്ടോഗ്രാഫി. രണ്ടാമത്തെ പറയാവുന്നത് ഡോക്യുമെൻ്ററി ടൈപ്പ്, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ ജീവിതത്തിലുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തി വയ്ക്കുന്ന വേറൊരു തരം ഫോട്ടോഗ്രാഫി. മൂന്നാമത്തെ പറയാവുന്നത് സ്നാപ്ഷോട്ട്സ് ആണ്. എന്ന് വെച്ചാൽ വളരെ കാഷ്വലായിട്ട് ഒരു ടൂറിനിടയ്ക്ക് അല്ലെങ്കിൽ ഒരു വീട്ടിലെ ഫങ്ഷൻസ്, ഇതെല്ലാം വളരെ കാഷ്വലായിട്ട് സ്നാപ്ഷോട്ട്സ് എടുത്തു വയ്ക്കുന്ന ഒരു സാധാരണ ഫോട്ടോഗ്രാഫർ അല്ലെങ്കിൽ ഫോട്ടോ ഷൂട്ടർ. 3 തരം ഫോട്ടോഗ്രാഫിയും ഒന്ന് മറ്റേതിനേക്കാൾ മികച്ചതെന്ന് പറയാൻ പറ്റില്ല. 3നും 3ൻ്റേതായിട്ടുള്ള പ്രാധാന്യങ്ങളുണ്ട്. നിങ്ങളെടുക്കുന്ന ഓരോ ഫോട്ടോഗ്രാഫും പ്രധാനപ്പെട്ടതാണ്. എത്ര ചീത്ത എന്ന് അല്ലെങ്കിൽ എത്ര മോശമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ പോലും ആ ഫോട്ടോഗ്രാഫിയിൽ കുറച്ച് കാര്യങ്ങൾ ഉണ്ട്. അതൊരു പക്ഷേ നമ്മുടെ സ്വന്തം, എൻ്റെ അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ചരിത്രമായിരിക്കാം, അല്ലെങ്കിൽ സമൂഹത്തിൻ്റേതായുള്ള ചരിത്രമായിരിക്കാം, ശാസ്ത്രമായിരിക്കാം, അല്ലെങ്കിൽ വെറും സൗന്ദര്യമായിരിക്കാം. അതുകൊണ്ട് തന്നെ ഫോട്ടോഗ്രാഫുകൾ വീണ്ടും നമുക്ക് കണ്ടെത്താവുന്ന രീതിയിൽ ആർക്കൈവ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്.
അത് നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ ഫോട്ടോ മ്യൂസ് പോലുള്ള സ്ഥാപനങ്ങളെ ഏൽപ്പിച്ച് ഫോട്ടോഗ്രാഫിയുടെ ചരിത്രം സൂക്ഷിക്കുന്നതിൽ നിങ്ങൾ കൂടെ പങ്കാളികളാവണം. ഫോട്ടോഗ്രാഫ്സ് മാത്രമല്ല, ഫോട്ടോഗ്രാഫിയുമായി ചരിത്രമായി ബന്ധപ്പെട്ട എല്ലാം, ക്യാമറയോ ലെൻസസോ നമ്മൾ ഉപയോഗിച്ചോ നമ്മുടെ മറ്റാരും ഉപയോഗിച്ചോ സാധനങ്ങൾ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനത്തെ മ്യൂസിയത്തെ ഏൽപ്പിക്കണം. അതാണ് നിങ്ങളോട് പറയാനുള്ള ഒരു അപേക്ഷ. രണ്ടാമത്, എന്നെപ്പോലെ ചിത്രമെടുത്തുകൊണ്ടിരിക്കുന്ന ഫോട്ടോഗ്രാഫേഴ്സിനോട് പറയാനുള്ളത്, നിങ്ങൾ ഫോട്ടോഗ്രാഫി ഒരു തമാശ മാത്രമായി കാണാതെ കുറച്ചും കൂടിയും ഗൗരവമായി കാണുകയും വളരെ ഗൗരവമായ ഡോക്യുമെൻ്ററി പ്രോജക്റ്റുകൾ ചെയ്യുകയും അല്ലെങ്കിൽ ആർട്ട് പ്രോജക്റ്റുകൾ ചെയ്യുകയും അത് അതേപോലെ തന്നെ സമൂഹത്തിന് കാണാവുന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്യുകയും അത് പിന്നീട് അടുത്തൊരു തലമുറയിലേക്കും എത്തിപ്പെടാവുന്ന രീതിയിൽ ആർക്കൈവ് ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് നിങ്ങളും മാറേണ്ടതുണ്ട്.